പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ കർത്തൃപകൽക്കാലവും ഇവിടെയുള്ള ദൈവസഭയിൽ ഈ രാവിലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ശിഷ്യാൽ ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യനോട്, കർത്താവിൻ്റെ ദാസിയോട്, കർത്താവിൻ്റെ ദാസൻ ചാണ്ടിപ്പാസ്റ്ററോട്, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കോശിവൈദ്യൻ സാറിനോട്, ദൈവത്തിൻ്റെ അഭിഷിക്തരായ ദൈവദാസന്മാരായ ഇരുവരോട്, ദൈവസഭയോട് എനിക്കുള്ള നന്ദി, സ്നേഹം ഈ രാവിലെ ഞാൻ കർത്താവിൻ നാമത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് 2 മാസമായി ഞാൻ ഈ രാജ്യത്ത് വരുവാൻ ദൈവം സഹായിച്ചു. വിശിഷ്യാൽ ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളോടുകൂടെ അവരുടെ ഭവനത്തിൽ പാർക്കുവാൻ ഈ 2 മാസം ദൈവം ഇടയാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് വരുമ്പോൾ താമസിക്കാൻ അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ അവരുടെ വാസസ്ഥലത്ത് ഒരു അവസരം തന്നു, അവിടെ പാർപ്പിച്ചു. അവരാഹാരം തന്നു, അവർ യാത്ര കൊണ്ടുപോയി. വന്നപ്പോഴൊക്കെയും എന്നെ സ്നേഹിപ്പാനും കൈക്കൊള്ളാനും എന്നെ സഹായിപ്പാനും ശുശ്രൂഷിക്കാനൊക്കെ ദൈവം അനേക ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒരുക്കി. 23-ൽ ഞാൻ വന്നപ്പോൾ ദൈവഭൃത്യൻ്റെ ഭവനത്തിൽ ചില ദിവസം പാർക്കുവാൻ, ആ കുടുംബത്തിൻ്റെ സ്നേഹം, സന്തോഷം അനുഭവിപ്പാൻ ഇവിടെയാക്കി. എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ തന്നെ പാർക്കുവാനൊരവസരം ദൈവം ഒരുക്കി. അതെല്ലാം ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എല്ലാറ്റിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്നുകൂടെ നിങ്ങളോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം ആരാധിച്ചിട്ട് വ്യാഴാഴ്ച വൈകുന്നേരത്ത് ഇവിടെ ഞാൻ ന്യൂയോർക്കിലേക്ക് പോവുകയും വരുന്ന വീക്കെൻഡ് വെള്ളി, ശനി, ഞായർ ന്യൂയോർക്കിലുള്ള IPA ചർച്ചിൽ, അല്ലെങ്കിൽ പാസ്റ്റർ ഫിന്നിഷ് ഷോമിൽ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ 3 ദിവസം ശുശ്രൂഷിപ്പാൻ അവസരമുണ്ട്. അതിനുശേഷമുള്ള ഒരു വീക്കോടെ ന്യൂയോർക്കിലുണ്ട്. ജൂലൈ 1st വീക്കിൽ, ജൂലൈ 9-ാം തീയതി ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് കടന്നു പോവുകയും ദൈവം അനുവദിച്ചാൽ 11-ാം തീയതി വെളുപ്പിനെ കൊച്ചിയിൽ ചെല്ലുകയും നാട്ടിൽ ചെല്ലും. ഒരാഴ്ച നാട്ടിലുള്ള എൻ്റെ പിതാവിനോട്, തലമുറയോടൊപ്പം പാർത്തിട്ട് ജൂലൈ 3-ാമത്തെ വീക്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് ബോംബെയിലേക്ക് കടന്നു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. തുടർന്നും ദൈവമക്കളായി നിങ്ങൾ എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ബോംബെയിലുള്ള സഭയും പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ദൈവഭൃത്യനെയും കുടുംബത്തെയും ദൈവദാസന്മാരെയും ഈ ദൈവസഭയും ഞാനും ഓർക്കും. ഇന്ന് വരെയും മറന്നുപോകാതെ പ്രാർത്ഥിപ്പാൻ കൃപയാൽ ദൈവം ഇടയാക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ സമയം നമ്മൾ അല്പനിമിഷം ചെലവിടുന്നത് ദൈവവചനം പഠിക്കാനാണ്. ചാണ്ടിപ്പാസ്റ്ററാണ് എല്ലാ ആഴ്ചയിലും ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ഇന്ന് എനിക്കിങ്ങനൊരു അവസരം തന്നതിൽ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമ്മൾ പങ്കിടുവാൻ, കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. വലിയ ആത്മീയ പ്രാധാന്യതയുള്ള, മൂല്യവും വിലയുമുള്ള അനേക ബുദ്ധിയുപദേശങ്ങളും മുന്നറിയിപ്പുകളും സൂക്ഷിക്കാനുള്ള അവസരങ്ങളും തരുന്ന, വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക്, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്കനേക ബുദ്ധിയുപദേശം യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൂടെ തരുന്നുണ്ട്. ഈ രാവിലെ ഞാൻ ആ ഭാഗത്ത് നിന്ന് ചില കാര്യം ദൈവമക്കളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. യോഹന്നാൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, കാരണം അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. സ്തോത്രം. നാം ദൈവമക്കളായി തീരുവാൻ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച 4 പ്രത്യേക വ്യക്തിത്വങ്ങളുണ്ട്. 1 പിതാവായ ദൈവമാണ്. 2 പുത്രനായ ക്രിസ്തുവാണ്.
3 പരിശുദ്ധാത്മാവായ ദൈവമാണ്. 4 ദൈവത്തിൻ്റെ വചനമാണ്. എന്താണ് ഇവർക്ക് 4 പേർക്ക് നമ്മൾ വീണ്ടും ജനിച്ചൊരു ദൈവപൈതലായി തീരാൻ ഇവർ 4 പേര് വഹിച്ച പങ്കെന്താന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1, കാൺമീൻ നാം ദൈവമക്കളായി തീരുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. 1, നാം വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലായി തീരാൻ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവപൈതലായി തീരാൻ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹമാ കാരണം. മനസ്സിലായോ? നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം നാം ദൈവത്താൽ ആകർഷിക്കപ്പെട്ടു, ദൈവ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു. ആ സത്യം മറക്കരുത്. ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ വിടുകയാണ് ചെയ്തത്. ആമേൻ. ആ സ്നേഹമാണ് നമ്മെ ആകർഷിച്ചത്. ആ സ്നേഹമാ ക്രൂശിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ദൈവം പിതാവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ പുത്രൻ എന്താ ചെയ്തതെന്നറിയാമോ? പുത്രൻ തൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിൻ്റെ സകല കറകളെ കഴുകിക്കളഞ്ഞ് അകൃത്യങ്ങളും പാപങ്ങളും ലംഘനങ്ങളും ക്ഷമിച്ച് നമ്മളെ വീണ്ടെടുക്കുവാനിടയായി. മനസ്സിലാക്കണം, നമ്മളെ വീണ്ടെടുക്കാൻ, ഒരു ദൈവവൈതലാക്കി തീർക്കാൻ ഒന്നിനും സാധ്യമല്ലായിരുന്നു. 49-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ലോകത്തിൽ ആർക്കും നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കാനോ അതിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച്, പുത്രൻ തൻ്റെ രക്തത്താൽ തൻ്റെ ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുക്കാനിടയായി. അങ്ങനെ നാം ദൈവത്തിന് മക്കളും അവകാശികളുമായി തീർന്നു. അവൻ്റെ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുക്കാനിടയായി. പരിശുദ്ധാത്മാവ് എന്താണ് ഇതിൽ പങ്കുവഹിച്ചത്? പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി. മനസ്സിലായോ? നീ ഈ വിധത്തിൽ തുടർന്നാൽ, ഈ പാപജീവിതത്തിൽ, പാപസ്വഭാവത്തിൽ, പാപവഴിയിൽ നീ തുടർന്നാൽ നിനക്ക് ദൈവത്തിൽ നിന്നൊരു ന്യായവിധി, ശിക്ഷാവിധി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വാദിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ക്രിയ നമ്മുടെ മേൽ നടന്നു. മനസ്സിലാക്കണം, ദൈവവചനം കേൾക്കാൻ, സുവിശേഷം കേൾക്കാൻ, സുവിശേഷ ട്രാക്റ്റുകൾ വായിപ്പാൻ നമുക്കിടയായി കാണും. ഏതെങ്കിലും കൺവെൻഷനി പരസ്യയോഗത്തിൽ ദൈവദാസന്മാരിൽ നിന്ന് വന്ന സുവിശേഷം നമ്മളെ സ്വാധീനിച്ചു. ആ കേട്ട സുവിശേഷം, വചനം നമ്മളിൽ ക്രിയ ചെയ്യാനിടയായത്, നമ്മളെ രക്ഷയ്ക്ക്, നീതീകരണത്തിന്, വിശുദ്ധിക്ക്, പാപമോചനത്തിന് നമ്മൾക്ക് ഉതകുവാനിടയായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് നാം ഈ 4 പ്രവർത്തികരെയും ആ 4 വ്യക്തിത്വങ്ങളെയും നമ്മൾ എന്നും ഓർക്കണം. നമുക്ക് പിതാവായ ദൈവത്തോട് കടപ്പാടുണ്ട്, പുത്രനായ ക്രിസ്തുവിനോട് കടപ്പാടുണ്ട്, പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് കടപ്പാടുണ്ട്, ദൈവവചനത്തോട് കടപ്പാടുണ്ട്. ഇത് 4ഉം കൂടെ ചേർന്ന് നമ്മളിൽ പ്രവർത്തിച്ചതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് നാം ഈ രാവിലെ കാണുന്ന പോലെ ഒരു ദൈവപൈതലായി, ഒരു ദൈവമകനായി, ദൈവമകളായി, ദൈവദാസന്മാരായി നമ്മൾ ഇരിക്കുന്നത്. ഇത് 4ൻ്റെയും പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന് നാം സന്തോഷത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ രാവിലെ ആ സ്തോത്രവും നമ്മുടെ വായിൽ നിന്ന് വരണം. പത്രോസും യാക്കോബും 2 കാര്യം പറയുന്നുണ്ട്. പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് പറയുന്നു, യാക്കോബ് 1:18, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചൊരു ദൈവപൈതലായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരി ദൈവം മുന്നമേ അത് ആഗ്രഹിച്ചു.
ഇവനെ ദൈവവൈതലാക്കണം. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന സങ്കീർത്തനത്തിലെ പ്രവചന വാക്യം പോലെ യഹൂദനും നമ്മളും അവിടെ ജനിച്ചു. എവിടെ? കാൽവറി ക്രൂശിൽ. ഇവനും അവനും അവിടെ ജനിച്ചു. ദൂരെയുള്ളവനും അടുക്കലുള്ളവനും ഒരുപോലെ ക്രൂശിൽ ജനിച്ച് വചനത്താൽ ജനിച്ച് ഒരു ദൈവവൈതലായി തീരാൻ ദൈവം ഭാഗ്യം തന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, നാം വായിച്ച വാക്യം, ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾ 5 കാര്യം അറിയണം. ഈ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 10 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളെ അവരുടെ പ്രത്യേകതകൾ 10 യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 10 കൂടെ പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല, എടുത്താൽ നടക്കുന്നുമല്ല. 5 കാര്യം ഞാൻ വേഗത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5 കാര്യം നിങ്ങൾ ഈ ലേഖനം വായിച്ചാൽ അത് 10 നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ 10 പ്രത്യേകതകൾ. അത് ഇക്കാലത്ത് വളരെ പ്രാധാന്യതയുള്ള ദൈവമക്കളെ സ്വാധീനിക്കേണ്ട 10 കാര്യങ്ങളുമാണ്. ഒന്നാമത്തേതാ വായിച്ചത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ആത്മാവിൽ ജനിച്ചവരാണെങ്കിൽ, വചനത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ, യഥാർത്ഥ മാനസാന്തര കുറ്റബോധം വന്ന് അനുതാപം വന്ന് പാപം ഏറ്റുപറഞ്ഞ് ഉള്ളിൽ യഥാർത്ഥ ഒരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നു. അവൻ്റെ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം ഈ വിത്തിനെ, വചനത്തെ മറികടന്ന്, ഈ വചനത്തിന്റെ ശാസനയെ, വിലക്കിനെ, ബുദ്ധി ഉപദേശത്തെ മറികടന്ന്, ഈ വചനം ചൂണ്ടിക്കാണിക്കുന്ന ന്യായവിധിയെ, ശിക്ഷാവിധിയെ മറികടന്ന് ധിക്കരിച്ച് വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഉള്ളിൽ ദൈവഭയമുണ്ടെങ്കിൽ, ഉള്ളിൽ വചനത്തെ ഭയമുണ്ടെങ്കിൽ, ഉള്ളിൽ ജനിപ്പിച്ചവനെ ഭയമുണ്ടെങ്കിൽ, ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ഭയമുണ്ടെങ്കിൽ, ഉള്ളിൽ നിത്യതയോർത്തൊരു ഭയമുണ്ടെങ്കിൽ, ഉള്ളിൽ ദൈവിക ന്യായവിധിയോർത്തൊരു ഭയമുണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഈ രാവിലെ ആ സത്യം ദൈവമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. നാം മുൻപ് ജഡപ്രകാരം ജനിച്ചവരായിരുന്നു. ജഡത്താൽ ജനിച്ചത് എന്നും ജഡം തന്നെയാ. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാണ്. അതുകൊണ്ട് ഈ വിത്ത്, ഈ വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അതിൻ്റെ വിലക്കിനെ മറികടന്ന് ഒരിക്കലും പാപം ചെയ്യരുത്. അത് കണ്ണുകൊണ്ടാകട്ടെ, അത് വാ കൊണ്ടോ നാവ് കൊണ്ടോ ആകട്ടെ, മനസ്സുകൊണ്ടാകട്ടെ, ജഡം കൊണ്ടോ ജഡത്തിൻ്റെ അവയവം കൊണ്ടോ ആകട്ടെ, രഹസ്യമായോ പരസ്യമായോ ആകട്ടെ, ഒറ്റയ്ക്കോ കൂട്ടം ചേർന്നോ ആകട്ടെ, രാത്രിയോ പകലോ ആകട്ടെ, പാപം ചെയ്യുകയില്ല. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. യോഹന്നാന്റെ ലേഖനം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ആമേൻ. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവരാകിയാൽ നിങ്ങൾ അവരെ ജയിച്ചിരിക്കുന്നു. ആരെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്ത, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത, ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത, യേശു ക്രിസ്തു ലോകത്തിൽ വന്നു പാപമോചനം തന്നു എന്ന് വിശ്വസിക്കാത്ത, യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പും രക്ഷയുമുണ്ടെന്ന് വിശ്വസിക്കാത്ത ആരെല്ലാം ഉണ്ടോ അവരെ ദൈവത്തിൽ നിന്ന് ജനിച്ച നാം ജയിക്കണം. മനസ്സിലായോ? അവരെ ജയിച്ചു. ദുരുപദേശകന്മാരെ,
വിപരീത ഉപദേശകന്മാരെ, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവൻ, അത് ഇസ്ലാമായാലും, അത് കമ്മ്യൂണിസമായാലും, അത് ഹിന്ദുയിസമായാലും, അത് ലോകത്തിൽ ഏത് ഇസങ്ങളായാലും അവയെ തിരിച്ചറിയണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവരെ ജയിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തിന്റെ പ്രത്യേകത, 1-ാം നൂറ്റാണ്ടിൽ അക്കാലത്ത് വന്ന ക്രിസ്തുവിന്റെ മാർഗത്തിനെതിരെ വന്ന ദുരുപദേശകന്മാരുടെ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഒരു ഖണ്ഡന ലേഖനം കൂടെയാണ് യോഹന്നാന്റെ ലേഖനം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ പ്രത്യേകത അവരെ ജയിക്കണം. കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന, കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേ സാറ്റർഡേ നടന്ന ഈ സെമിനാറ്, അതിൽ പങ്കെടുത്ത പലരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു, അത് ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നുവെന്ന്. നിങ്ങൾ ദൈവവചനത്തിൻ പ്രകാരം പിശാചിനെ, തന്ത്രങ്ങളെ എതിർത്ത് നിന്ന് ജയിക്കണം. പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിന്റെ അന്യ പൈശാചിക വ്യാപാരത്തെയും പ്രവൃത്തിയെ, അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ, അവരുടെ വളരെ തന്ത്രപരമായിരിക്കുന്ന ആത്മീയ തലമുറകളെ പോലും വശീകരിച്ച് വേട്ടയാടുന്ന ദുരുപദേശങ്ങളെ ദൈവമക്കളും തലമുറകളും പഠിച്ച് അവരെ ജയിച്ചിരിക്കണം. ആ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇവിടെ യോഹന്നാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകയാൽ നിങ്ങൾ അവരെ ജയിച്ചിരിക്കുന്നു. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ജയിക്കുന്നു. 3-ാമത്തെ പ്രത്യേകത ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 4-ാം അധ്യായം തന്നെ അതിൻ്റെ 6-ാം വാക്യം, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്ന് അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇവിടെ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളുടെ 3-ാമത്തെ പ്രത്യേകത, അവർ ഞങ്ങളുടെ വാക്ക് കേൾക്കും. ആരുടെ വാക്ക്? അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. അപ്പോസ്തലന്മാരുടെ വചനം പഠിക്കും, ഉപദേശം പഠിക്കും. അപ്പോസ്തോലിക ഉപദേശത്തെ, അപ്പോസ്തോലിക പാരമ്പര്യത്തെ അവർ പിൻപറ്റും. അത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ പ്രത്യേകതയാണ്. മനസ്സിലായല്ലോ? നമ്മൾക്ക് ഏതെല്ലാം ഉപദേശം ആരെല്ലാം പഠിപ്പിച്ചാലും, ആരെല്ലാം ഉപദേശിച്ചാലും, ആരെല്ലാം ബുക്ക് എഴുതിയാലും ദൈവമക്കളുടെ അടിസ്ഥാനം അപ്പോസ്തോലിക ഉപദേശം തന്നെയാണ്. അതിന് മാറ്റമില്ല. അപ്പോസ്തോലിക പഠിപ്പിക്കൽ മാത്രമാണ്. അത് കേൾക്കാൻ, അംഗീകരിക്കാൻ ബാധ്യസ്ഥരാരാ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ ആരേ ഉള്ളൂ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ കൂടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇതിനെ ദൈവസഭ എന്ന് പറയുന്നത്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ക്രിസ്തുവിന്റെ സഭയിൽ രക്ഷിക്കപ്പെട്ടവരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരേ ഉള്ളൂ. ആമേൻ. അപ്പന്റെ മേശയുടെ ചുറ്റും അപ്പനിൽ നിന്ന് ജനിച്ച മക്കളെ ഉള്ളൂ. ആ സത്യം അറിയണം. അങ്ങനെയുള്ള ദൈവമക്കൾ നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരുടെ വാക്ക് കേൾക്കണം. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരുടെ വായിൽ നിന്ന് വരുന്ന ഉപദേശം കേൾക്കണം. അവരുടെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് അതുപോലെ അത് നിങ്ങൾ ഉപദേശിച്ചിരിക്കയാൽ ആ ഉപദേശത്തിൽ നിലനിൽക്കണം. ആമേൻ. അടുത്ത ഭാഗത്തേക്ക് വരുന്നു. 4-ാമത്തെ ഭാഗം യോഹന്നാന്റെ ലേഖനം തന്നെ. ആമേൻ. 5-ാം അധ്യായം 1 യോഹന്നാൻ 5-ന്റെ 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തിലാ ജീവിക്കുന്നത്, സ്വർഗത്തിലല്ല. എപ്പോഴും ഓർത്തോണം.
ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, വീണ്ടും ജനിച്ചവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, തിരുമേശ എടുക്കുന്നവർ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഞാനും നിങ്ങളും ഇപ്പൊ സ്വർഗത്തിലല്ല, ഈ ലോകത്തിൽ തന്നെയാ. പക്ഷേ പുസ്തകം പറയുന്നു പാപമുള്ള ലോകം, ശാപമുള്ള ലോകം, പിശാചുള്ള ലോകം, പൈശാചിക പ്രവൃത്തി ഉപദേശങ്ങളും പല തന്ത്രങ്ങളുമുള്ള ലോകം. പക്ഷെ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിക്കും. മനസ്സിലായോ? ദൈവസഭയെ അറിയേണ്ട ഒരു വലിയ ആത്മീയ മർമ്മം പൗലോസ് തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. തീമോഥെയോസ് ലേഖനത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാട്ട്, തീമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായം അതിന്റെ 14, 15, 16 വാക്യമായിരുന്നു. ഇനിയുള്ള വാക്യം വളരെ ശ്രദ്ധിച്ചോണം. അവൻ ജഡത്തിൽ, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ അവൻ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാകും വണ്ണം വലിയതാകുന്നു. ഇതാണ് ദൈവഭക്തി. എന്താ ഇതിൽ കൂടെ മനസ്സിലായത്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 33.5 വർഷം ക്രിസ്തു ജഡത്തിൽ ജീവിച്ചു, ജഡത്തിൽ സഞ്ചരിച്ചു, ജഡത്തിൽ പ്രവർത്തിച്ചു, ജഡത്തിൽ വസിച്ചു പ്രസംഗിച്ചു, ജഡത്തിൽ വസിച്ചു ശുശ്രൂഷിച്ചു, ജഡത്തിൽ വസിച്ച് എല്ലാ മിനിസ്ട്രി ചെയ്തു. പക്ഷേ അവൻ ജഡികനല്ലായിരുന്നു. ജഡത്തിൽ വസിച്ചെങ്കിലും ആരല്ല? ജഡികനല്ല. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിലായിരിക്കുന്നേ, നമ്മൾ ലോകത്തിലാ വസിക്കുന്നേ. നമ്മുടെ മിനിസ്ട്രി ആരാധന എല്ലാ ലോകത്തിൽ വെച്ചും ഈ ജഡത്തിലിരിക്കുമ്പോഴുമാ. പക്ഷേ നമ്മൾ ആരാകരുത്? ജഡികരാകരുത്. 2, ലോകത്തിലാണെങ്കിലും ലോകക്കാരാകരുത്. യോഹന്നാൻ 15 യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകക്കാരാകാതിരിപ്പാൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്ത പോലെ നിങ്ങൾ ലൗകികന്മാരല്ല. ദൈവമക്കൾ എപ്പോഴും ഓർക്കണം, ലോകത്തിലെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. ജഡത്തിലാ വസിക്കുന്നതെങ്കിലും നാം ജഡികരല്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, പക്ഷേ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. കർത്താവിൻ്റെ കിട്ടിയ 3 പ്രാവശ്യത്തെ നീതീകരണം ഞാൻ വെള്ളിയാഴ്ച നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ 1, അവ സ്നാനപ്പെട്ടപ്പോൾ 1ാമത്തെ നീതീകരണം. ജഡത്തിൽ വെളിപ്പെട്ടവ സ്നാനപ്പെട്ട് യോർദാനിൽ. പിതാവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2ാമത്തെ നീതീകരണം ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് മറുരൂപമലയിൽ കയറുമ്പോൾ, മത്തായി 17 അധ്യായം പഠിക്കുമ്പോൾ കാണാം, അവിടെ മറുരൂപമലയിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. 2ാമത്തെ നീതീകരണം. 3ാമത്തെ നീതീകരണം, അവൻ വേല തികച്ചു, സകലം നിവർത്തിയായി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ 3ാമത്തെ നീതീകരണം, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നിന്റെ സകല ശത്രുക്കളെ നിന്റെ പദപിടമാക്കുമ്പോൾ നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക്. വലത്തുഭാഗത്ത് അന്നിരുത്തിയതാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ കിട്ടുന്ന നീതീകരണം ജീവിതം അവസാനിക്കുമ്പോൾ നിലനിർത്തണം. ആരംഭത്തിലെ സാക്ഷ്യം, അംഗീകരണം, നല്ല മനസാക്ഷി, സ്വർഗത്തിന്റെ അംഗീകരണം അവസാനത്തിലും നിലനിർത്തണം. ദാനിയേലിന്റെ ജീവിതത്തിൽ അതായിരുന്നു. ദാനിയേലേ, നീ പ്രിയപുരുഷനാ. ദൂതൻ പിന്നെയും പറയുന്നു, നീ പ്രിയപുരുഷനാ. കുറച്ചുകൂടെ കഴിഞ്ഞതേ ദൂതൻ പറയുന്നു, നീ ഏറ്റവും പ്രിയപുരുഷനാകിയാൽ. പ്രിയം കുറയുകയല്ല, ദൈവിക സാക്ഷ്യം കുറയുകയല്ല,
ദൈവിക അംഗീകരണം കുറയുകയല്ല. ദിവസങ്ങൾ കാലങ്ങൾ കഴിയും തോറും, ഭരണവും ഉത്തരവാദിത്വം വർദ്ധിക്കും തോറും, ചുമതലകൾ വർദ്ധിക്കും തോറും, സ്ഥാനമാനം ഉയർച്ച വർദ്ധിക്കും തോറും ദൈവിക സാക്ഷ്യം കുറയുകയല്ല, അംഗീകരണം കുറയുകയല്ല. നീ ഏറ്റവും പ്രിയ പുരുഷനാകിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകൾ ആത്മീയത്തിൽ, ഭൗതികത്തിൽ മേൽഗതി പ്രാപിച്ച് ഉയർച്ചയിൽ പടികൾ കയറുമ്പോഴും ആരാധനയും പ്രാർത്ഥനയും ദൈവിക അംഗീകരണവും സാക്ഷ്യവും കുറഞ്ഞു പോകുകയല്ല. വിശുദ്ധിയും വേർപാടും നിർമ്മലതയും ആത്മീയ സ്വഭാവവും ആത്മീയന്റെ എല്ലാ ഗുണങ്ങളും കുറഞ്ഞു ഇല്ലാതാക്കുകയല്ല. ഏതവസ്ഥ വർദ്ധിക്കുമ്പോഴും ദൈവിക അംഗീകരണം നിലനിർത്തി ആ സാക്ഷ്യം കാത്തു സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ലോകത്തെ ജയിക്കും. ഈ ഓർത്തോണ് അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. പെന്തക്കോസ്തുകാർ മാത്രമല്ല യേശുവിനെ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല യേശുവിനെ വിശ്വസിക്കുന്നത്. ലോകത്തിലുള്ള സകലർക്കും ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ യേശുവിനെ വിശ്വാസമുണ്ട്, അംഗീകരണമുണ്ട്. മനസ്സിലായോ? ലോകത്തിൽ അവൻ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ടവനാ ഓർത്തോണം തേജസ്സിലെടുക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലും ജഡത്തിലാ ജീവിക്കുന്നത്, ലോകത്തിലാ ജീവിക്കുന്നത്. പക്ഷെ എത്ര താമസമിനാ ഇവിടുന്ന് ഒരു എടുക്കപ്പെടലുണ്ട്. അത് ജഡത്തിലല്ല, അത് തേജസ്സിലായിരിക്കണം. അത് തേജസ് പ്രാപിച്ചായിരിക്കണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തിലാ ജീവിക്കുന്നതെങ്കിലും ലോകത്തെ ജയിക്കും, ലോകത്തിലുള്ളതിനെ ജയിക്കും. മനസ്സിലായി? ലോകം നമ്മളെ കീഴ്പ്പെടുത്തല്ല, നാം ലോകത്തെ കീഴ്പ്പെടുത്തണം. 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളുടെ പ്രത്യേകത, അവർ തന്നെത്താൻ സൂക്ഷിക്കുന്നവരായിരിക്കും. തന്നെത്താൻ സൂക്ഷിക്കുന്ന ദൈവമക്കളെ ദുഷ്ടൻ തൊടുകയില്ല. ഈ പെന്തക്കോസ്തുകാരായ ചിലരിൽ ഭൂതം കയറി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 27 വർഷമായി മറാഠികളിൽ ഇടയിൽ വർക്ക് ചെയ്യുന്നവനാണ്. മറാഠികളുടെ ഭൂതത്തെക്കുറിച്ച് ന്യായമായ കാര്യമുണ്ട്. അവർക്ക് ഭൂതം കയറുന്നെങ്കിൽ ന്യായമുണ്ട്. അവരിൽ കാളിയോ ഗണപതിയോ ആനക്കൊമ്പുള്ളവനോ തുമ്പിക്കൈയുള്ളവനോ ഒക്കെ കയറിയാൽ അത് കാര്യമാണെന്ന് പറയാം. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയും പറഞ്ഞ് തുള്ളിച്ചാടി ആരാധിച്ച പെന്തക്കോസ്തുകാരി ചിലരിൽ ഭൂതം കയറി തലമുടി അഴിച്ചിട്ട് ഹാളിക്കിടന്ന് വട്ടം കറങ്ങി കടന്ന് അലറി നാക്കം നീട്ടിയ സ്ഥിതി പെന്തക്കോസ്തുകാർക്ക് വരുന്നെങ്കിൽ ഞാൻ വെറുതെ പറയല്ല, അത് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുക്കാൻ തിരുവനന്തപുരത്ത് കാട്ടാക്കട ഒരു സഭയിൽ ചെന്നപ്പോഴേ, ചില വർഷം മുമ്പുള്ള കാര്യമാണ്, എല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുക. ആരാധിച്ചെല്ലാം കഴിഞ്ഞ് എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം, ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് ശുശ്രൂഷ അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെടപെടാന്ന് 2-3 എണ്ണം ആരാധനാ ഹാളിൽ കിടന്നങ്ങോട്ട് അലറി മുടി അഴിച്ചിട്ട് സ്ഥിതി അങ്ങ് മാറി. ആ പാർശ്വം അങ്ങ് വല്ലാതായി. പുള്ളി അതുവരെ തപ്പിപ്പൊത്തി വെച്ചുകൊണ്ടിരുന്ന ആ സൺഡേയിലെ സ്ഥിതി അങ്ങ് മാറി. പിന്നെ ചുരുക്കം പറഞ്ഞ ആ പ്രസംഗം നിർത്തിയിട്ട് അതിനെ ഇറക്കേണ്ട സ്ഥിതിയിലേക്കായി കാര്യം. ഇതെങ്ങനെ വന്നെന്നറിയാമോ? തന്നെത്താൻ സൂക്ഷിച്ചില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസി, സ്നാനപ്പെട്ട വിശ്വാസി, അഭിഷേകം പ്രാപിച്ച വിശ്വാസി, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവ പൈതൽ തന്നെത്താൻ സൂക്ഷിക്കണം. യോസഫ് അതിന് മാതൃക. പാപം ചെയ്യാൻ, ജഡപ്രവൃത്തി ചെയ്യാൻ, ജഡമോഹം നിവർത്തിക്കാൻ, രഹസ്യഭാവം ചെയ്യാൻ എല്ലാ സാഹചര്യവും സന്ദർഭവും ഒത്തിണങ്ങി വന്ന
വന്നാലും, അതിന് ജഡം നിർബന്ധിച്ചാലും, മറ്റുള്ളവർ നിർബന്ധിച്ചാലും, സാഹചര്യം അതിന് സമ്മർദ്ദം ചെലുത്തിയാലും, ഏതെല്ലാം വിധത്തിൽ പ്രേരക ശക്തി വന്നാലും ശരി, ദൈവത്തിൽ നിന്ന് ജനിച്ച യോസേപ്പിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എന്നാൽ ആകാമെന്നല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ. നീ പാപം ചെയ്യാതെ നിന്നെ സൂക്ഷിച്ചോണം. യോസേപ്പിനെ ചൂണ്ടി ഫറവോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ ഭൃത്യന്മാരോട്: ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുത്തനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുത്തനെ കണ്ടുകിട്ടുമോ? ഒരു പുറംജാതി രാജാവ്, മിസ്രൈമിന്റെ രാജാവ്, ഒരു കാരാഗൃഹത്തിൽ നിന്ന് വന്ന് കുറ്റവാളിയായി കിടന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യോസേപ്പിനെ ചൂണ്ടിയാ ചോദിക്കുന്നേ, ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുത്തനെ കിട്ടുമോ എന്ന്. നമുക്ക് ദൈവാത്മാവുണ്ടെന്ന് മറ്റുള്ളവർ അറിയാനെ കുറച്ച് അന്യഭാഷ പറഞ്ഞാലേ പറ്റൂ. പെന്തക്കോസ്തുകാർക്ക് ദൈവാത്മാവുണ്ടെന്ന് അറിയണമെങ്കിൽ 4 അന്യഭാഷയിലും ആരാധന പറഞ്ഞിരിക്കണം. എന്നാൽ നമ്മൾ ആത്മാവുള്ളവരാ. സ്വഭാവം കൊണ്ട് തെളിയിക്കാവോ? അന്യഭാഷയൊന്ന് മാറ്റിവെച്ചിട്ട്, കൈയടിയും തുള്ളലും ഒന്ന് മാറ്റിവെച്ചിട്ട് സ്വഭാവത്തെ തെളിയിക്കാമോ ഞാൻ ദൈവാത്മാവുള്ളവനാന്ന്? ജീവിതം കൊണ്ട് തെളിയിക്കാമോ? പെരുമാറ്റം കൊണ്ട് തെളിയിക്കാമോ? സൽസ്വഭാവം കൊണ്ട് തെളിയിക്കാമോ? മാതൃകാ ജീവിതം കൊണ്ട് തെളിയിക്കാമോ? വായിലെ സംസാരം കൊണ്ട് തെളിയിക്കാമോ? കുടുംബ ജീവിതത്തെ തെളിയിക്കാമോ? സഭാ ജീവിതത്തെ തെളിയിക്കാമോ? അന്യഭാഷ മാറ്റിവെച്ചിട്ട് സ്വഭാവത്തിലൂടെ തെളിയിക്ക് ഞാൻ ദൈവാത്മാവുള്ളവനാണ്. അതാ സ്വർഗം നോക്കുന്നത്, അതാ സ്വർഗത്തിന്റെ പ്രസാദം. യോസേപ്പ് ജീവിതത്തെ തെളിയിച്ചു, സ്വഭാവത്തെ തെളിയിച്ചു, കുടുംബത്തെ തെളിയിച്ചു, ചെന്നിടത്ത് തെളിയിച്ചു, പാപം ചെയ്യാൻ സാഹചര്യം വന്നപ്പോൾ അവിടെ തെളിയിച്ചു, കാരാഗൃഹത്തെ തെളിയിച്ചു, മിസ്രൈമിൽ തെളിയിച്ചു, പൊട്ടക്കിണറ്റിലും സിംഹാസനത്തിലും തെളിയിച്ചു ഞാൻ ദൈവാത്മാവുള്ളവനാണ്. ജീവിതത്തിന്റെ സകല രംഗത്തും ദൈവത്തിൽ നിന്ന് ജനിച്ച ഈ മക്കൾ തന്നെത്താൻ സൂക്ഷിച്ചോണം. ദുഷ്ടൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വായെ സൂക്ഷിച്ചോണം, നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചോണം, നിങ്ങളുടെ കണ്ണിനെ, നോട്ടത്തെ സൂക്ഷിച്ചോണം, നിങ്ങളുടെ വഴികളെ, കാലടികളെയും സൂക്ഷിക്കുക. ഈ കാലത്ത് പ്രധാനമായി സൂക്ഷിക്കേണ്ടത് നമ്മെ തന്നെ. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നു, മകനെ, നീ നിന്നെ തന്നെ നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, എന്നാൽ നീയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം, ദൈവം തന്ന വചനത്തെ, ഉപദേശത്തെ സൂക്ഷിക്കാം. വീണ്ടും ജനിച്ച ദൈവത്തെ ജനിച്ച ദൈവമക്കൾ നിലയ്ക്ക് ഈ 5 പ്രധാന അനുഭവങ്ങളും ജീവിതത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയും ജീവിച്ച് എത്രയും വേഗം തേജസ്കരിക്കപ്പെടാനുള്ള നിമിഷം വരികയാൽ തേജസ്കരണം പ്രാപിച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ 2 മാസവും നിങ്ങൾ തന്ന സ്നേഹത്തിനും എല്ലാ ആത്മീയ കൈത്താങ്ങലിനും കൂട്ടായ്മയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണം. എൻ്റെ പ്രാർത്ഥന ഞാൻ നിങ്ങളെ ഓർക്കും. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞു കുടുംബമായി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സ്നേഹവും എൻ്റെ തലമുറയ്ക്ക് തുടർന്നും ഉണ്ടാകണമേ എന്നപേക്ഷിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.